പരിശുദ്ധാത്മാവോട് വ്യക്തമായി സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായ ആ ദൈവിക ദൂതുകൾ നമുക്ക് കേട്ട വിലപ്പെടുവാൻ ഇടയാക്കട്ടെ. അല്പസമയം നമുക്ക് ചിന്തിക്കേണ്ടി യിരെമ്യാവ് 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളായിരിക്കും. യിരെമ്യാവ് 29-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാവ് 29:11-13. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളോട് പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ യഹോവയുടെ അരുളപ്പാട്. കർത്താവ് നമ്മളെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ആലോചനകൾ ഒക്കെ എന്ത് ചെയ്യുക, അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായി തന്നെ തീരുമാനങ്ങളുടെയാണ്. നിരത്തിക്കാലം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, പല സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരും. അതൊക്കെ ദോഷമായി തീരുമോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രതികൂലമായി നിൽക്കുമോ, എന്താ ഇങ്ങനെയൊക്കെ വരുവാനിടയായിത്തീരുന്നത്? എന്നാൽ കർത്താവ് വചനം പറയുന്നു, അതെല്ലാം തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി നമ്മോട് സംസാരിക്കുക. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലായാലും പത്രോസിന്റെ ജീവിതത്തിലായാലും ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് വെച്ച് നോക്കുവാനിടയായിത്തീരുമ്പോൾ അവരെയൊക്കെ പ്രതികൂലങ്ങളിൽ കടന്നു വരും. എന്ത് ചെയ്യുക, അവർ ദൈവത്തിന് നാമത്തിന് വേണ്ടി നിന്ന് പ്രതിസന്ധികളുടെ ദൈവനാമത്തിന് വേണ്ടി ശക്തമായി ദൈവവചനം പറയുകയും സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെയും അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. അത് നിമിത്തം അവർ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് പോകുവാനിടയായിത്തീർന്നു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥകൾ കടന്നു വരുവാനിടയായിത്തീർന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ നിരൂപണങ്ങൾ, ആ മനുഷ്യന്റെ നിരൂപണങ്ങളല്ല എന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരും. മനുഷ്യൻ പുറമേ നോക്കുവാനിടയാകുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുവാനിടയായിത്തീരും. എന്നാൽ അവൻ പരിശുദ്ധമ്മയോട് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അപ്പോസ്തലൻ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ആലോചനയുണ്ട്.